നമസ്കാരം. കൃഷി ദർശനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലുള്ള VJT ഹാളിലാണ് ഇന്ന് കൃഷി ദർശൻ നിൽക്കുന്നത്. ഇവിടെ സെപ്റ്റംബർ 16, 17, 18 തീയതികളിലായി തേനുത്സവം നടക്കുകയാണ്. തേനീച്ച കർഷകരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഇൻഡിജിനിയസ് എപ്പികൾച്ചറിസ്റ്റാണ് ഈ തേനുത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള കാർഷിക സർവകലാശാല, ഹോർട്ടികോർപ്പ്, ജൈവ വൈവിധ്യ ബോർഡ് എന്നിവരും ഈ തേനുത്സവത്തിൽ പങ്കാളികളാകുന്നു. നിരവധി കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലനങ്ങൾ, മുഖാമുഖം, കർഷക സംഗമം, ഒപ്പം നല്ലൊരു എക്സിബിഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് തേനുത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം. തേനുത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവുകളിലൊക്കെ തന്നെ വളരെ മധുരമാണ്. തേനിൻ്റെ മധുരം മറ്റൊന്നിനുമില്ല എന്നതാണ് നമ്മൾ കേട്ടതും പഴമൊഴിയുമൊക്കെ തന്നെ. അതൊരു യാഥാർത്ഥ്യവുമാണ്. പഴയ കാലങ്ങളിലൊക്കെ തന്നെ സിനിമയിലടക്കം നമ്മൾ എന്തെങ്കിലും ഉരുവിടുമ്പോഴടക്കം തേനുപോലെ എന്നൊക്കെ തന്നെ പറയും. ഇപ്പോഴത് പറയാൻ പോലും ആളുകളില്ല. നമുക്കുണ്ടായ ഏറ്റവും വലിയൊരു അപച്യുതി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പഴയ കാലത്ത് നമ്മളെല്ലാം മറന്നുപോയി പുതിയതിലേക്ക് വരികയാണ്. ടെക്നോളജി മാറിയ കാലഘട്ടം, നമ്മുടെ സംസ്കാരം മാറിയ കാലഘട്ടം, നമ്മളൊക്കെ തന്നെ പുതിയതിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന അപകടങ്ങളാണ് ഇന്ന് ആശുപത്രികളൊക്കെ തന്നെ കൂടിക്കൂടി വരുന്നത്. അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം. കാരണം തേനിലൊക്കെ തന്നെ പണ്ട് കാലത്ത് ഏത് മരുന്നും കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗുളിക തേനിൽ തഴച്ചു കൊടുക്കണമെന്ന. തേനാണ് മേൽപ്പൊടി. അപ്പോൾ തേനിൽ തഴച്ചു കൊടുക്കണം എന്ന് പറയും. അന്ന് കാലത്ത് ചെറുതേന് നന്നായിട്ട് കിട്ടും. അപ്പോൾ തേനിൽ തഴച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കലോറി കൂടാനും അതോടൊപ്പം തന്നെ ഊർജം കൂടുതലാക്കാനും വേണ്ടിയിട്ട് തേന് പ്രൊമോട്ട് ചെയ്യുക, തേനീച്ചകളെ വളർത്തിക്കൊണ്ട് തേന് പ്രൊമോട്ട് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ തേന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔഷധ മൂല്യമുള്ള, നമുക്ക് കൂടുതൽ ഗുണമുള്ളതാണ്, നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. ഒപ്പം നമുക്ക് നല്ല കാശും ലഭിക്കുന്നതാണ്, സമ്പാദ്യവും ഉണ്ടാക്കാൻ സാധിക്കും. ഇതിന് കുറേ വിഷമങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ റബ്ബർ തോട്ടങ്ങളിൽ പെട്ടി വെച്ച് ആ പെട്ടിയിലായിരുന്നു തേനിനെ വളർത്തിയിരുന്നത്. ഇന്നത് കുറേ കൂടി ഫോർവേഡായി ഇപ്പോൾ PVC പൈപ്പുകളിലും അതുപോലെ തന്നെ പ്രത്യേക കൂടുകളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്ന് വളർത്തി വരികയാണ്. അപ്പം ഇതിനൊക്കെ തന്നെ ഒരു കോർഡിനേഷൻ വേണം എന്നത് ബഹുമാനപ്പെട്ട MLA ഈ നിയമസഭയിൽ 4 മാസങ്ങൾക്ക് മുമ്പേ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ എന്തായാലും അത് പറഞ്ഞതുകൊണ്ട്, അത് ഉറപ്പ് സഭയിൽ പറഞ്ഞതുകൊണ്ട് നടപടികളായിട്ട് വരും. കുറച്ച് താമസം ഉണ്ടാവും എന്നതേ ഉള്ളൂ, എന്തായാലും വരും. പക്ഷെ അതിനു മുമ്പേ നമ്മൾ തേനീച്ച കർഷകരൊക്കെ തന്നെ പല സ്ഥലത്തുമുണ്ട്. അവരുടെ ഒരു കോർഡിനേഷൻ നമുക്ക് വേണം.
ഇപ്പം കേന്ദ്ര സർക്കാർ നല്ല സഹായങ്ങൾ ഇതിനൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 വർഷക്കാലമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ ഓർഗനൈസേഷൻ ഇതൊക്കെ തന്നെ രജിസ്റ്റർ ചെയ്ത് ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൃഷിയിലാണോ മുന്നോട്ട് വരുന്നത് ആ കൃഷിയുടെ ക്ലസ്റ്റർ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് നല്ല സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒരു ഫാർമർ പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് 10 ലക്ഷത്തോളം രൂപ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തേനീച്ച കർഷകരൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഓർഗനൈസിങ് കമ്മിറ്റി പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് ഉൽപാദക സംഘങ്ങൾ തേനീച്ച ഉൽപാദക സംഘങ്ങൾ ഉണ്ടാക്കി അത് രജിസ്റ്റർ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് അറിയുകയാണെങ്കിൽ നമുക്കതിന് 10 ലക്ഷം വരെ അതിന് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുമ്പോൾ അവരുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കമ്പനി ഉണ്ടാക്കാൻ സാധിക്കും. ആ കമ്പനി ഏത് പ്രദേശത്താണോ 10, 25 അല്ലെങ്കിൽ 10, 15 പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓർഗനൈസേഷൻ ഉള്ളത് അവരുടെ ഒരു കമ്പനി ഉണ്ടാക്കിയാൽ അതിന് കൂടുതൽ പണം നൽകുകയാണ്. കയ്പുള്ളതാണ് മരുന്നുകളൊക്കെ തന്നെ. ആ മരുന്ന് തേനിൽ തയ്ച്ചു കൊടുക്കുന്ന മധുരവും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ആ തേന് ഒരു ഔഷധ ഗുണമുള്ളതുമാണ്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഡയബറ്റിക് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഡയബറ്റിക്കിന് ഇതൊരു മരുന്നാണ്. ഡയബറ്റിക് ആയതിനു ശേഷമല്ല, ഡയബറ്റിക് ആകുന്നതിന് പ്രമേഹ രോഗം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു മരുന്നാണ് തേൻ. അതാരും അറിയില്ല. ആയിട്ട് കഴിക്കാനല്ല, ആവുന്നതിന് മുമ്പേ പ്രതിരോധമായിട്ട് തേന് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക് തേൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല ഔഷധമാണ്. പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഔഷധമാണ്. ഞാനൊരു ഡോക്ടറായതുകൊണ്ട് ആയുർവേദ വിധിപ്രകാരം പറയുന്നതല്ല, പഴയ കാലത്ത് നമുക്കൊക്കെ തന്നെ തന്നതാണ്. അമ്മയും അതുപോലെ അമ്മൂമ്മയും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ചെറുപ്പകാലത്ത് തരുക. ഇപ്പോഴും ഞാൻ തേൻ കഴിക്കുന്ന ഒരാളാണ്. നല്ല പത്തിരി തേനും ചേർത്ത് കഴിച്ചാലുള്ള സുഖം ഒന്ന് വേറെയാണ്. എൻ്റെ പേര് വിനുശ്രീ. ഞാൻ കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിലെ 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾ കുറേ പേരുണ്ടല്ലോ? ഞങ്ങൾ 25 കുട്ടികളുണ്ട്. 25 കുട്ടികൾ. ഇവിടെ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? ഞങ്ങളിവിടെ മെയിനായിട്ട് 2 പ്രോഡക്റ്റ്സ് ആണ് ഞങ്ങളുടെ. ഒന്ന് ഹണി അവലോസ് ഉണ്ട്, തേനിലിട്ടെന്ന് പറയും, പിന്നെ ഹണി ഡ്രിങ്ക്. ഹണി അവലോസ് ഉണ്ടാ? അത് ആദ്യമായിട്ടാണ് ഒരുപക്ഷെ കേരളീയർ മനസ്സിലാക്കുക എന്ന് തോന്നുന്നു. എന്താണ് ഈ ഹണി അവലോസ് ഉണ്ടയുടെ പ്രത്യേകത? നമ്മുടെ അവലോസ് ഉണ്ടയിൽ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര പാനി തയ്യാറാക്കി അതിലാണ് അവലോസ് ഉണ്ട പിടിക്കുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ശർക്കര ഒഴിവാക്കി അതിന് പകരം തേനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സാധാ അവലോസ് ഉണ്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിമാവും തേങ്ങയും അത് വറുത്ത് ചേർത്ത് പിന്നെ ശർക്കരയ്ക്ക് പകരം തേൻ മിക്സ് ചെയ്ത് അത് അവലോസ് ഉണ്ടാക്കുക. ഈ തേൻ അവലോസ് ഉണ്ട തയ്യാറാക്കുന്നതിൽ നിങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? ഇത് പൂർണ്ണമായും ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തന്നെയാണോ? അത് ശരി. അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള നല്ലൊരു വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനും പഠിച്ചു അല്ലേ? ഞങ്ങളുടെ 7th സെമ്മിന്റെ ഭാഗമായി എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കോഴ്സ് ഉണ്ട്. അത് പല പ്രോഡക്റ്റ് ഇതിൻ്റെ തന്നെ ഒരു മാർക്കറ്റ് അടിസ്ഥാനത്തിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഉണ്ടാക്കിയതാണ് ഇത്. ഇതാരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ഈ സാങ്കേതിക വിദ്യ? ഇത് ഞങ്ങളുടെ പ്രൊഫസേഴ്സാണ് ഞങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ അതിനനുസരിച്ച് ഇത് ഉണ്ടാക്കാം. ഈ ഒരു സ്റ്റോളിൽ വെക്കുന്നതല്ലാതെ ഇത് വിൽപ്പനയ്ക്ക് വേറെ തയ്യാറായിട്ടുണ്ടോ? അല്ല, ഇപ്പോൾ തൽക്കാലം ഈ സ്റ്റോളിൽ മാത്രം. ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഒരു വിൽപ്പന അടിസ്ഥാനത്തിലല്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോള് ഞങ്ങളുടെ എപ്പിക്കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ തന്നെ സഹകരണത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലോട്ട് പങ്കുചേരുന്നു. ഇതെന്താ ഹണി ഡ്രിങ്ക് അല്ലേ? എന്താണ് ഈ ഹണി ഡ്രിങ്കിന്റെ പ്രത്യേകത? എന്താണ് ഹണി ഡ്രിങ്ക്? സാധാരണ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കെമിക്കൽസും അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ഞങ്ങൾ തേനും പിന്നെ നമ്മുടെ നാരങ്ങ നീരും ഇഞ്ചി നീരും അങ്ങനെ അതായത് യാതൊരു പ്രിസർവേറ്റീവ്സും കൂടാണ്ട്. എന്തൊക്കെയാണ്? തേന്, ഇഞ്ചി നീര്, നാരങ്ങ നീര്, പിന്നെ വെള്ളം, ഇത്രയും മാത്രമേ ഇതിൽ യൂസ് ചെയ്യും. ഇത് എത്ര രൂപയ്ക്കാണ് ഇവിടെ വിൽക്കുന്നത്? ഞങ്ങൾ ഒരു 250 ml 25 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഈ ഹണി അവലോസ് ഉണ്ടോ? 40 രൂപ ഒരു പാക്ക്. 40 രൂപ. കാർഷിക കോളേജിലെ വിദ്യാർത്ഥിനികൾ ഇവിടെ ഒരുക്കി നൽകിയിട്ടുള്ള ഹണി ഡ്രിങ്ക് ആസ്വദിക്കുന്ന നിരവധി കാണികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിലൊരാളോട് നമുക്ക് ഇതിൻ്റെ അനുഭവം അഭിപ്രായങ്ങളും ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോർജ് എന്നാണ്. PG ജോർജ്. എവിടെയാണ് സ്ഥലം? ഞാൻ ഉള്ളൂര് താമസിക്കുന്നു. ഉള്ളൂരാണല്ലേ? ഈ ഹണി ഡ്രിങ്ക് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്? അതെ, ഇന്നലെ കഴിച്ചിരുന്നു. അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓ, ആ ടേസ്റ്റ് അനുഭവിച്ചിട്ട് അതിൻ്റെ വീണ്ടും കഴിക്കാൻ വേണ്ടി വന്നതാണ്? അതെ, വന്നിരുന്നു. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാണ്. നല്ല സാധനങ്ങൾ, ഹണി മുതലായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു സജഷന് ഇത് കൊമേഴ്സ്യൽ ബേസിസിൽ ഉണ്ടാക്കി ഇവർ വിൽക്കുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ഇവർക്കുണ്ടാവും. ആ കൃഷി കോളേജിനും ഒരു പേരായിരിക്കും. അവരുടെ പേരിൽ ഇറക്കണം ഇതൊരു ഡ്രിങ്ക്സ് ആയിട്ട്. അതെൻ്റെ ഒരു സജഷനുണ്ട്. ഞാൻ ഇന്നലെ കഴിച്ചു.
ഡയബറ്റിക് പേഷ്യന് പോലും ഇത് നല്ലതാണെന്ന് ഇവർ പറയുന്നു. എനിക്ക് അതെ, എന്നാലും ഞാൻ കഴിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, ഒന്നുമില്ല, നല്ലതായിരിക്കുന്നു. തേനും ഹണിയും ഇതൊക്കെയും നമ്മുടെ ഹെൽത്തിന് നല്ലതാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പേര് ശശിധരൻ നായർ, എൻ്റെ സ്ഥലം പാലോട് പേരയാണ്, ജില്ലയാണ്, നെടുമങ്ങാട് താലൂക്ക്. ഞാൻ 33 വർഷമായി തേനീച്ച കർഷകനാണ്. ഇതുപോലെ കോർപ്പിൻ്റെ മേളയായാലും IRDP മേളയായാലും തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന എല്ലാ മേളയിലും തേനുമായിട്ട് വരുന്നുണ്ട്. നല്ല സെയിൽസും നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 2 തരം തേൻ കാണുന്നുണ്ട്. അത് ഇത് ഈ പെട്ടി ഇതെല്ലാം പെട്ടി തേൻ തന്നെയാണ്. ചെറുതേനും പെട്ടി വെച്ചെടുക്കുന്ന തന്നെയാണ്. പിന്നെ ഇത് ഈ വനത്തരുവ പെട്ടി വയ്ക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന തേനാണ്. അത് കൂടുതൽ എണ്ണപ്പന കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എണ്ണപ്പനയുടെ കാ പഴുക്കുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ഈ തേനീച്ച എടുക്കുന്ന തേൻ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല ചുവപ്പ് കളറാവും. ഇത് നമ്മൾ കറുപ്പായിട്ട് കാണുന്നത് കറുപ്പല്ല, അത് ചുവപ്പാണ്. താണ്ട ഇവിടെ കാണാം. പേപ്പറിൽ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പേപ്പറിൽ ഒഴിച്ചപ്പോൾ പേപ്പർ നനയുന്നില്ല. നല്ല തേനാണെങ്കിൽ പേപ്പർ നനയില്ല. അതാണ് ഒരു ടെസ്റ്റാണത്. പിന്നെ നമുക്ക് ഇത് കൂടുതലിരിക്കുമ്പോൾ കറുപ്പായിട്ട് തോന്നണമെങ്കിൽ ചുവപ്പാണ് തേന്. അതാണ് ഇതിൻ്റെ ഒരു പാലോട് കുറച്ച് എണ്ണപ്പന കൃഷിയുണ്ട്. ഉണ്ട്, കുളത്തുപ്പുഴ, കടമാങ്കോട് ഇവിടെയൊക്കെ എണ്ണപ്പന കൃഷിയുണ്ട് സർക്കാരിൻ്റെ. പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ കായ്ച്ച് കഴിയുമ്പോൾ അത് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ഒരു തരം നീരുണ്ട്. അത് ഊറ്റിയെടുത്താണ്. അത് തേനാണ്, നല്ല മധുരമുള്ള തേനായിട്ട് എടുത്തിട്ട് കൂട്ടിൽ വെച്ച് അതിൻ്റെ ജലാംശം അവർ തന്നെ ചിറക് വീശി മാറ്റിയതിന് ശേഷം അതിനെ ക്യാപ്പ് ചെയ്ത് വെക്കും. അത് നമ്മൾ എടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് നല്ല ചുവപ്പ് കളറാവും. സെയിൽസ് ഇവിടെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മൾ എല്ലാ മേളയിലും വരുന്നുണ്ട്. നല്ല തേനീച്ച കർഷകർക്ക് കുറച്ച് തേൻ നല്ല വിലയ്ക്ക് വിൽക്കാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ഈ എക്സിബിഷൻ നടത്തുന്നത്. അത് കൂടെ നടത്തുന്ന സർക്കാർ ചെയ്യണമെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇത് എന്നെ പോലുള്ള തേനീച്ച കർഷകർക്ക് നല്ലതാണ്. വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലുള്ള മലബാർ ഫുഡ് പാർക്ക് ആൻഡ് ഹണി അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ മനോജാണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോളിൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് ചോദിച്ചറിയാം. മനോജ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വന്നത്. ഇന്നലെ രാവിലെ എത്തി. ഏകദേശം ഞങ്ങൾ തേനേകദേശം ഉൽപ്പന്നങ്ങളുമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഏകദേശം 2-3 ലക്ഷം രൂപയുടെ തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ ഇത്തരം മേളയ്ക്ക് വന്നാൽ തിരുവനന്തപുരത്തു നിന്നും ഒന്നും തിരിച്ചു കൊണ്ടാകാറില്ല. നല്ല പ്രതികരണം ഉണ്ടാകാറുണ്ട്. തേനുണ്ട്, ഇഞ്ചി തേനുണ്ട്, അതുപോലെ കൊളസ്ട്രോളുള്ള വെളുത്തുള്ളി തേൻ, അതുപോലെ തേനുമായി ബന്ധപ്പെട്ട മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും മോശമില്ലായിരുന്നു. ഇന്നിപ്പോൾ നല്ല ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. നല്ല ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. 2 ലക്ഷം രൂപയുടെ തേൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? 2 ലക്ഷം രൂപ വില. പിന്നെ ഒരാഴ്ചയൊക്കെയാണ് ഞങ്ങൾ 5 ലക്ഷം 6 ലക്ഷം രൂപ ചിലവാകാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ 3 ദിവസം ഉള്ളത് കൊണ്ട് 3 ലക്ഷം രൂപ തേൻ കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ ജനങ്ങൾക്ക് പ്രിയം ഈ പറഞ്ഞ വിവിധ ഇനങ്ങളിൽ ഏതിനോടാണ്? ജനങ്ങൾക്ക് പൊതുവെ നല്ല തേൻ എവിടെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ തേൻ പ്രത്യേക അക്മാർക്ക് തേനാണ്. അപ്പോൾ അക്മാർക്ക് തേൻ എടുക്കാൻ വേണ്ടി ആളുകൾ പ്രത്യേകിച്ച് ചോദിച്ച് വാങ്ങി വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വരുമ്പോൾ ഞങ്ങളെ പരിചയമുള്ള കുറേ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൾ നോക്കി വരുന്നുണ്ട് എല്ലാവരും. പ്രത്യേകിച്ച് അക്മാർക്കാകുമ്പോൾ ധൈര്യത്തിൽ വാങ്ങാൻ പറ്റും. അപ്പോൾ നല്ലത് കിട്ടാറില്ല എന്നാണ് എല്ലാവർക്കും പരാതി. അത് ഞങ്ങൾ കൃഷിക്കാരാണ്, അതുപോലെ തേൻ വിൽക്കുന്നവരാണ്. രണ്ടുമുണ്ട്, കൃഷിയുമുണ്ട്, തേൻ മാർക്കറ്റിങ്ങുമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ഞങ്ങളെ പരിചയമുള്ള ആളുകൾ വാങ്ങാറുണ്ട്. എത്രയാണ് 1 കിലോ തേനിന് വില? 1 കിലോ തേനിന് 300 രൂപയാണ് വില. പക്ഷേ ഇവിടെ ഞങ്ങൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 50 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാളാണ്, സ്റ്റാളിന് പ്രത്യേക പൈസ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ കൃഷിക്കാരുടെ തന്നെ മൊത്തത്തിൽ ഇവിടെ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും എല്ലാ തേനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിന് തന്നെ 30 രൂപയോളം കുറവുണ്ട്, ഇതിന് 50 രൂപ കുറവുണ്ട്. അങ്ങനെ ഓരോ ഇതിന് ചെറുതിന് 20 രൂപ കുറവുണ്ട്. എല്ലാ തേനും പ്രത്യേകം ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറുതേന് എത്രയാണ് വിലയ്ക്ക് കൊടുക്കുന്നത്? ചെറുതേൻ ഞങ്ങൾ കൊടുക്കുന്നത് 250 ഗ്രാമിൻ്റെ ബോട്ടിലിന് പിന്നെ നമ്മളിപ്പോൾ 350 രൂപ, 100 ഗ്രാമിന് 150 രൂപ. ഇതാണ് 100 ഗ്രാം ചെറുതേൻ. 100 ഗ്രാമാണ്. ആ, അപ്പോൾ ജനങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള അഭിമാനം. മറ്റൊന്ന് ഇവിടെ കാണുന്നത് ബി വാക്സ് ക്രീം. എന്താണ് ഈ ബി വാക്സ് ക്രീം എന്ന് പറയുന്നത്? ഇത് തേനീച്ചയുടെ ശരീരത്തുണ്ടാകുന്ന ഒരു തേൻ കൂട് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് മെഴുക്. ആ മെഴുകും ഒലിവ് ഓയിലും കുങ്കുമപ്പൂവും ചേർത്ത് ഉണ്ടാക്കുന്ന ക്രീമാണ്. നമ്മുടെ ചുണ്ട് വിണ്ട് കയറുക, കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കയറുക, അതുപോലെ മുഖത്തെ പാടുകൾ ആഫ്റ്റർ ഷേവായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ വിവിധ മുഖ സൗന്ദര്യ വസ്തുവാണ്. അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നമാണ് തേൻ മെഴുക്. അതുപോലെ അതിൻ്റെ ഒരു ബ്രോഷർ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും മേടിച്ച് വായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചിലവുള്ള തേനാണ്. 100 രൂപയാണ് അതിൻ്റെ വില. മറ്റെന്തൊക്കെയാണ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇവിടെ വിൽക്കുന്നത്? ഇപ്പോൾ ഇഞ്ചി തേനിലിട്ടുണ്ട്. ഇപ്പോൾ ചുമ, കഫക്കെട്ട്, നെഞ്ചുവേദന, ഗ്യാസ് ഇതിനൊക്കെ നല്ലതാണ് ഇഞ്ചി തേൻ. അതിൻ്റെ സാമ്പിൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി തേനിലിട്ടതാണ്. 6 മാസത്തോളം പഴക്കമുണ്ട് വെളുത്തുള്ളി തേനിലിട്ടത്. അപ്പോൾ ഇത് കൊളസ്ട്രോൾ ഇതിപ്പോൾ 6 മാസം ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇത് 1 കൊല്ലം 1-2 കൊല്ലം ഉപയോഗിക്കാം. പക്ഷേ അത്രയൊന്നും ഇല്ല, 1 മാസം കൊണ്ട് തീർക്കും ആളുകൾ.
ഒരുപാട് ആൾ ഈ സാധനം വാങ്ങാറുണ്ട്. ഗാർലി കാണിക്കുന്നതാണ്. ശരി. എന്തായാലും നിങ്ങൾക്ക് ഇത്തവണ നല്ലൊരു സെയിൽസ് നടക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായും. കൂടുതലും ഇനിയും ഒരു 2 ലോഡ് ഇറക്കാൻ പറ്റട്ടെ. ഞങ്ങൾ 24-ാം തീയതി പുത്തരിക്കണ്ട മൈതാനത്ത് വരുന്നുണ്ട്, മനോരമയുടെ എക്സിബിഷൻ. ശരി, താങ്ക് യു. പ്രിയമുള്ളവരെ, തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് തേനുത്സവം 2014 വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി തേനുത്സവത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ദൂരദർശൻ കൃഷിദർശനിൽ. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്ലാൻ ജീനോം സേവിയർ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം തക്കാളി അർക്കാരക്ഷക്. വിശദമായ വാർത്തകളിലേക്ക്. പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് വെറൈറ്റീസ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ് അതോറിറ്റി 2013-14 വർഷത്തെ പ്ലാൻ ജീനോം സേവിയർ അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. നാടൻ വിളകളും വിളയിനങ്ങളും സംരക്ഷിക്കുന്ന കർഷകൻ, ജനസമൂഹം എന്നിവർക്കാണ് അവാർഡ്. പഞ്ചായത്ത് പ്രസിഡന്റ്, ജൈവ വൈവിധ്യ പരിപാലന സമിതി, ജില്ലാ കൃഷി ഓഫീസർ, കാർഷിക സർവകലാശാലയിലെ റിസർച്ച് ഡയറക്ടർ, ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്നിവർ വഴിയാണ് അപേക്ഷ അയക്കേണ്ടത്. ഡൽഹിയിലുള്ള പ്ലാന്റ് അതോറിറ്റി ഓഫീസിൽ 2014 ഡിസംബർ 25 മുമ്പ് അപേക്ഷ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.plantauthority.gov.in. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിൽ ഗുണമേന്മയുള്ള ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ, കോട്ടുകണം മാവിൻ്റെയും പ്ലാവിൻ്റെയും ഒട്ടുതൈകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായി. താൽപ്പര്യമുള്ളവർ വെള്ളായണി കാർഷിക കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. മലപ്പുറത്തെ തവനൂരുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം പച്ചക്കറികൾ, ജീവാണു വളങ്ങൾ, ഫെറമോൺ കെണികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049426876440. ബാംഗ്ലൂരിലെ ഹെസർഹട്ടിലുള്ള ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച സങ്കരയിനം തക്കാളിയാണ് അർക്കാരക്ഷക്. കൃഷിയിട പരീക്ഷണത്തിൽ 1 ഹെക്ടറിൽ നിന്ന് 35 ടൺ വിളവാണിതിന് ലഭിച്ചത്. ഒരു ചെടിയിൽ നിന്ന് 18 കിലോ വരെ തക്കാളി വിളയാൻ കഴിവുള്ള ഇനമാണിത്. പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ ഹെക്ടറിന് 80 ടൺ വരെ തക്കാളി വിളവെടുക്കാനാവും. ഗോളാകൃതിയിലുള്ള കടും ചുവപ്പ് നിറമുള്ള കായ്കൾക്ക് 90 മുതൽ 100 ഗ്രാം ഭാരം കാണും. കൂടാതെ തക്കാളി ചെടികളെ ബാധിക്കുന്ന മുഖ്യ രോഗങ്ങളെ ചെറുക്കാൻ അർക്കാരക്ഷകിന് സാധിക്കും. സരോജിനി ദാമോദർ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ അവാർഡിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 30 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജൈവ കർഷകന് 50,000 രൂപയും പ്രശസ്തി പത്രവും അക്ഷയശ്രീ അവാർഡായി നൽകും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്ന ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലെ മികച്ച ജൈവ കർഷകർക്ക് 10,000 രൂപ വീതം അവാർഡായി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047825832289. റബ്ബർ ആവർത്തന കൃഷിക്കും പുതുകൃഷിക്കും റബ്ബർ ബോർഡ് ധനസഹായം നൽകുന്നു. അപേക്ഷാ ഫോറവും വിശദവിവരങ്ങളും റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളിലും ഫീൽഡ് ഓഫീസുകളിലും ലഭ്യമാകും. അപേക്ഷ 2014 ഡിസംബർ 31 മുൻപ് ലഭിച്ചിരിക്കണം. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.rubberboard.org.in. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള മൃഗക്ഷേമ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്കൂളിൽ നവംബർ 8 മൃഗക്ഷേമ സെമിനാർ നടത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വരുമാനവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. മുയൽ, കോഴി, താറാവ്, ആട്, ഇറച്ചിത്താറാവ് എന്നിവയുടെ വളർത്തുരീതികൾക്കും പരിപാലന പദ്ധതികൾക്കും കുട്ടികളുടെ ഇടയിൽ പ്രചാരം നൽകുവാനും വിദ്യാർത്ഥികളുടെ വീട്ടുമുറ്റങ്ങളിൽ മൃഗപക്ഷികളെ എത്തിക്കുവാനുമാണ് പദ്ധതി.
കൂടുതൽ വിവരങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ഗവൺമെൻറ് മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ചിറയൻകീഴ് സ്റ്റേറ്റ് സീഡ് ഫാമിൽ റെഡ് ലേഡി പപ്പായ തൈകൾ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 047026444291. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31.4, 24.5. കൊച്ചി 30.4, 22.4. ആലപ്പുഴ 31.7, 24.5. പുനലൂർ 30.4, 21.8. തിരുവനന്തപുരം 26.5, 23.4 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.